ദേ ആദ്യം ഒരു ദൃശ്യമൊന്ന് കാണാം. आपकी आंखों में जो एक सच्चाई है ना, वो किसी से छुप नहीं सकती, किसी से छुप नहीं सकती. नहीं. സ്വാഭാവികമായി കരഞ്ഞുകൊണ്ട് കണ്ണീർ തുടയ്ക്കുന്ന ഈ വലിയ മനുഷ്യനാരാണെന്ന് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിൻ്റെ ആദ്യത്തെ ഏഷ്യൻ, ആദ്യത്തെ ആഫ്രിക്കൻ ബോൺ, ആദ്യത്തെ മുസ്ലിം മേയറായ സുഹ്റാൻ കോമെ മംദാനി ആണ്. അദ്ദേഹം എന്തിനാണ് കരഞ്ഞുകൊണ്ട് ആ കണ്ണീർ തുടയ്ക്കുന്നത്? ഏതെങ്കിലും ഭയാനകമായ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടതുകൊണ്ടാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു മേയറെ കരയിപ്പിക്കും വിധം ലോകം ഒരുപാട് കണ്ട, ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് സാക്ഷിയായ, അനുഭവിച്ച ഒരു മനുഷ്യനെ കരയിപ്പിച്ചത് എന്താവും? ആ കണ്ണീരിൻ്റെ അർത്ഥമെന്താണ്? ആ കണ്ണീരിൻ്റെ അർത്ഥം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന, ജനങ്ങളെ കേൾക്കുന്ന, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ഒരു മാർഗമെന്നോ ഒരു വഴിയെന്നോ അല്ലെങ്കിൽ ചില ചിന്തകളുടെ നേരിൻ്റെ പേരിൽ ചേർത്ത് വെക്കപ്പെടുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നവരോ ജനപ്രതിനിധികളായവരോ പൊതുപ്രവർത്തകരോ ആയവർക്ക് ഒരു ഗുണപാഠമാണ് ആ നിമിഷം, ആ കണ്ണീർ. അത് പൂർണ്ണമാകണമെങ്കിൽ അതിൻ്റെ ബാക്കി കൂടി ദേ കാണണം. Sorry, my English is not so good. I am reading some. That's fine. Okay. First of all, congratulations. Your empathy deserves to lead. Okay. Number 1. Number 2, thank you for creating softness in people's heart. In world where people are not united. Okay. The third one, please continue to be our light and hope during this difficult time. Thank you. Really, you, my family, my daughters, my husband, everyone. When I go outside New York, I see some happiness and satisfaction people face. I'm a very good observer. So I saw a little change in that people faces, like hope, light, happiness because of you. നിങ്ങളെ അഭിനന്ദിക്കാനായി വന്നതാണ്. എൻ്റെ ഭാഷ അത്രമേൽ മനോഹരമല്ല, ഇംഗ്ലീഷ് എനിക്ക് അത്ര വശമില്ല. പക്ഷേ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ മനുഷ്യൻ്റെ മനസ്സിൽ എമ്പതി എന്ന് പറയുന്ന വിത്ത് പുവർ, ജനങ്ങളോടൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, അവരുടെ വേദനകൾക്കൊപ്പം എന്ന് പറയുന്ന സന്ദേശം ന്യൂയോർക്ക് സിറ്റിക്ക് നൽകി. 2, നിങ്ങൾ അവരുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തി അവരെ ഒരുമിപ്പിച്ചു. 3-മത്തെ കാര്യം, ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു പ്രതീക്ഷയും നല്ല ഒരു നിരീക്ഷക കൂടിയായ എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ കുടുംബവും ഭർത്താവും ഞങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നവരാണ്. പക്ഷേ ഇപ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ, ഒരു ശരിയുടെ, ഒരു സത്യത്തിൻ്റെ ഒരു പ്രകാശം കാണുന്നതിന് കാരണം താങ്കളുടെ പ്രവൃത്തിയാണ്. അത് 3മാണ് എനിക്ക് താങ്കളോട് പറയേണ്ടത്. What's your name? Samina. Samina? Yeah, I'm from Pakistan. Pakistan से? Yeah, उर्दू आती? पढ़ तो नहीं सकता हूँ. नहीं पढ़ते, लेकिन मैंने तो मुझे ये था कि मुझे पता नहीं इंग्लिश. मेरी बेटी कहती नहीं मामा उनको आती है, आप जाए आप उर्दू में बात करें. कहाँ से हो पाकिस्तान? पाकिस्तान, लाहौर. लाहौर से. मैं एक दफा गया था. गया था लाहौर. बहुत ही खूबसूरत शहर. बहुत खूबसूरत शहर है, लेकिन आप जैसे लोगों ने आके न्यूयॉर्क को बहुत खूबसूरत बना दिया है. यकीन करें, वो खूबसूरती अलग है, बिल्डिंग्स की, हर चीज़ की बिल्डिंग, लेकिन जो खूबसूरती आपने लोगों के दिलों में दी है ना, और जो सॉफ्टनेस डाली है, मैंने बड़े बड़े हार्ट्स को बदलते देखा है यहाँ पर. ऊपर वाले भी और नीचे वाले भी, दोनों. आपने लोगों के दिल बदल दिए हैं. और ये आप एक कितने गिफ्ट होते हैं अल्लाह की तरफ से, वो आपको मिला है. इतनी मुझे खुशी हो रही है, मुझे समझ नहीं आ रहा मैं और क्या बात करूँ. इंग्लिश मुझे अच्छी आती नहीं, मैं आपसे इंग्लिश में भी अच्छी बात आती नहीं, मैं आपसे इंग्लिश में भी अच्छी बात. जो भी बोलना है. आपकी आंखों में जो एक सच्चाई है ना, वो किसी से छुप नहीं सकती, किसी से छुप नहीं सकती. नहीं.
സമീന എന്നാണ് എൻ്റെ പേര്. ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. ഉറുദുവാണ് എനിക്കറിയാവുന്ന ഭാഷ. അപ്പോൾ മംദാനിയും എനിക്ക് ഉറുദു വശമാണ്. ലാഹോർ മനോഹരമായ ഒരു സിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഉറുദുവിലാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. കെട്ടിടങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ ഒരു മാർദ്ദവഭാവം നൽകിയ താങ്കൾ ഈ നാടിനെ പഠിപ്പിക്കുന്ന സംസ്കാരത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും താങ്കൾ നൽകുന്ന പ്രതീക്ഷയെക്കുറിച്ചും ഒക്കെ നേരിട്ട് വന്ന് പറയാനാണ് വന്നത് എന്ന് പറഞ്ഞാണ് ആ കൈകളിൽ പിടിച്ചത് കൈമാറുന്നത്. ആ നിമിഷം കണ്ണ് നിറഞ്ഞൊഴുകുന്ന സുഹ്റാൻ മംദാനിയെയാണ് കാണുന്നത്. എന്തായിരിക്കും ആ കണ്ണ് നിറയിച്ചതെന്നറിയോ? അത് നിഷ്കളങ്കമായ മനുഷ്യർ എത്രമേൽ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുവെന്നും താൻ എവിടെയാണ് നിലകൊള്ളുന്നതെന്നതിൻ്റെ ഒരു ആ മഹത്തരമായ ഹൃദയവികാരവുമാണ് ഒരു സ്വാഭാവിക മനുഷ്യനായ മംദാനിയെ കരയിച്ചത്. അല്ലെങ്കിൽ ആ കണ്ണീർ നിറഞ്ഞൊഴുകിയത് അയാളിൽ എത്രമേൽ ആ മാനവികതയും ആ മാർദ്ദവഭാവവും ആ ഹൃദയത്തിൻ്റെ വികാരവും ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തെ കരയിച്ചത്. താങ്കൾക്കിതിൻ്റെ പ്രതിഫലം അള്ളാഹുവാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞവസാനിപ്പിക്കുന്ന ആ നിമിഷം ഒരുപക്ഷെ ആ ഒരു വിശ്വാസി എന്നുള്ള നിലയിലും മനുഷ്യൻ്റെ ഇത്രമേലുള്ള പ്രതീക്ഷ തൻ്റെ ചുമലിലാണെന്ന ഭാവവും അഹങ്കാരമല്ല അദ്ദേഹത്തിലുണ്ടാക്കിയത് സങ്കടമാണ്, കണ്ണീരാണ്. അതെ, ജനങ്ങൾ നമ്മളെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ചേർത്ത് പിടിക്കുമ്പോൾ, അവർ നമ്മളോട് പലതും പറയുമ്പോൾ, അവർ നമ്മളെ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവുകളുണ്ടാകുമോ എന്ന ഭയമോർത്ത് അറിയാതെയെങ്കിലും ഉള്ളു തേങ്ങുന്നവനും കണ്ണ് നിറയുന്നവനുമാണ് മനുഷ്യൻ. അതാണ് ശരിയുടെ മംദാനി, അതാണ് സ്വാഭാവികതയുടെ മംദാനി.